ഹലോ ഗൈസ്, അപ്പോൾ ഇതൊരു കുഴിമന്തി വ്ളോഗാണ്. ഇതെങ്ങനെ കുഴിമന്തി വ്ളോഗായെന്ന് നമുക്ക് നോക്കാം. അതിനുമുമ്പായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്കും കൂടെ ഒന്ന് തട്ടിവിട്ടേ. കോളേജ് ക്യാമ്പസ് കാണിച്ചിട്ട് എന്ത് കുഴിമന്തി എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? അതായത് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് എൻ്റെ വൈഫ് പറഞ്ഞത് കോളേജ് ബസ് മിസ്സായെന്ന്. പിന്നെ നേരെ കൊണ്ട് കോളേജിൽ വിടാനാണ് പറഞ്ഞത്. കോളേജ് എന്ന് പറയുന്നത് അപ്പം വീടിനടുത്തൊന്നുമല്ല, ഇവിടെ നിന്ന് 45 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടിച്ചാടി എത്തപ്പോഴേക്കും അവിടെ ഉച്ചയായി. പിന്നെ നേരെ ഞങ്ങൾ കുഴിമന്തി കഴിക്കാൻ പോയി. അപ്പോൾ ആ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് മന്തി മനസ്സിൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞങ്ങളിപ്പോൾ കുഴിമന്തി കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ വന്നത്. അത്യാവശ്യം ഒരു നല്ല റെസ്റ്റോറൻ്റാണ് ഈ മന്തി മനസ്സിൽ. ഇപ്പോൾ ഞങ്ങൾ 4 പേരായിട്ടാണ് ഇവിടെ വന്നത്. അല്ല, എൻ്റെ മോളെയും കൂട്ടി 5 പേരായിട്ടാണ് അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വന്നത്. അപ്പോൾ എൻ്റെ മോൾക്ക് അവർ പ്രത്യേകം ചെയർ, ബേബി സിറ്റിംഗ് ചെയറൊക്കെ കൊടുത്തായിരുന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഓരോരുത്തരും ഓരോ കുഴിമന്തിയാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഇരുന്ന് ആലോചിച്ചെടുത്തിട്ടാണ് ഒരു കുഴിമന്തിയിൽ ഞങ്ങൾ ഉറപ്പിച്ചത്. അതായത് ഹണി ചില്ലി അൽഫാം കുഴിമന്തിയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ഹണി ചില്ലി അൽഫാം കുഴിമന്തി അവർ കൊണ്ടുവന്ന് തന്നു. സത്യം പറഞ്ഞാൽ ഒരു 20-25 മിനിറ്റ് ലേറ്റ് ആക്കിയിട്ടാണ് അവർ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് സാധനം എത്തിച്ചത്. ഇവർ കുഴിമന്തി കൊണ്ടുവന്ന പാത്രമാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസ് ഒക്കെ ഉള്ള ഒരു പാത്രമാണ്. ചിക്കനൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ മോളാണെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാറില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് വാരി ഫുഡ് കഴിക്കുന്നത്. ഞങ്ങളൊക്കെ അതിശയിച്ച് പോയി അവളിങ്ങനെ കഴിക്കുന്നത് കണ്ടിട്ട്. പക്ഷേ മൊബൈൽ വെച്ചിട്ടാണ് അവൾ ഫുഡ് കഴിക്കുന്നത്. ഇവിടെ നിന്നപ്പോൾ ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് തിരുവനന്തപുരം പോത്തീസിലോട്ടാണ്. അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സ് ഷോപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടേക്കാണ് അപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത്. അവിടെ പോയി അപ്പം കുട്ടികളുടെ ഡ്രസ് ഫ്ലോറിൽ പോയപ്പോഴേക്കും മോളിലാണെങ്കിൽ അവിടുത്തെ വണ്ടികളെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് കരച്ചയാണ്. ഒരു പാടുപെടുത്തി ഞങ്ങളെ സത്യം പറഞ്ഞു. ഇവിടെയാണെങ്കിൽ ടോയ്സിൻ്റെ സംസ്ഥാന സമ്മേളനം എന്ന് വേണമെങ്കിൽ പറയാം. എവിടെ നോക്കിയാലും ടോയ്സ് മാത്രമേ ഉള്ളൂ ഈ നിലയിൽ. കുട്ടികളെയും കൊണ്ട് ഈ ഫ്ലോറിൽ ഒന്ന് പെട്ടുപോയവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടേ. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ സമാധാനപ്പെടുത്തിയാണ് അപ്പോൾ എൻ്റെ മോളെയും കൊണ്ട് അടുത്ത ഫ്ലോറിലോട്ട് പോയത്. അവിടെയാണെങ്കിൽ ഒരു കട്ടൗട്ട് ഇരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന തലയെന്ന് പറയുന്നത് എൻ്റെ മോളുടെ തലയാണ്. രാവിലെ ഒരു ബസ് മിസ്സായ കേസ് ഇപ്പം രാത്രി 9 മണിയായിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. അപ്പം ഞാനും മോള് ഏകദേശം തളർന്ന് അവിടെ പുറത്തു പോയി ഇരിക്കുകയാണ്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ വലിയ സപ്പോർട്ടുകൾ ഞാൻ ചെറിയ ലൈക്കുകളായി പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോയിൽ കാണുന്നവരെ